അപ്പഴേ നമ്മൾ എവിടേക്കാ വന്നിരിക്കണെന്ന് അറിയോ? കൊല്ലംകോട് കാണാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് വന്നോന്നല്ല, നമ്മള് പാലക്കാട് ഒരു ആവശ്യത്തിന് വന്നപ്പോ അങ്ങനെ എന്നാ കൊല്ലംകോടും കൂടി കാണാം. കണ്ടോ? രണ്ട് സൈഡും കണ്ടില്ലേ? നെൽകൃഷിയൊക്കെ ഉള്ള സ്ഥലം ഇവിടെ മാത്രമേ ഉള്ളൂ ഇപ്പോ. അമ്മ ചെടി അമ്മ ചെടി രണ്ട് സൈഡും കാണിച്ചു കൊടുക്കാൻ മുട്ടി. കുറെ പേര് വന്നിരുന്നില്ലേ, എന്താ കൊല്ലംകോട് കാണാൻ നല്ല ഭംഗിയാണ്, നിങ്ങൾ പോയിട്ടുണ്ടോന്ന്. നമ്മള് ഒരു പ്രാവശ്യം വന്നപ്പോ നിങ്ങൾക്ക് അത് വീഡിയോ ഇട്ട് കാണിച്ചിരുന്നു കേട്ടോ. അത് രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മൾ വരുന്നത്. കണ്ടോ മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ട്. മുല്ലപ്പൂ നോക്കിയപ്പോ നമുക്കൊന്നും മുല്ലപ്പൂ കിട്ടിയില്ല. നെൽപ്പാടം. ഈ മുല്ലപ്പൂ അല്ല, ചേച്ചിമാര് മുല്ലപ്പൂ വെച്ചിട്ട് നിക്കണുണ്ടോ? കണ്ട കരിമ്പന ഇല്ലാത്ത നാട്ടിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നേക്കണത്. അതുകൊണ്ട് അതിനകത്തൊക്കെ നേരെ കാണിച്ചു തരും. കല്ലടിക്കോട് എല്ലാരും കാണിച്ചു കൊടുക്കാമോ? ആരൊക്കെ ഉണ്ടെന്ന് കാണട്ടെ. അമ്മ ഉണ്ട്, സുകന്യ ഉണ്ട്, ഞാനുണ്ട്, പൊന്നൂസ് ഉണ്ട്. കാണുന്നുണ്ടോ? നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇവിടെ എവിടെയാണ് തോന്നുന്നുണ്ട്, വീഡിയോയിലൊക്കെ കണ്ടിരുന്നു കേട്ടോ, ചന്ദ്രേട്ടന്റെ ചായക്കട എന്ന് പറഞ്ഞിട്ടില്ലേ. എന്താ നമുക്ക് കണ്ടല്ലേ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയ കഴിക്കണം കേട്ടോ. നടക്കുമെന്നൊന്നും അറിയില്ല. സീതാർകുണ്ടും ഇവിടെ അല്ലേ? ഇവിടെയാണോ? നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇനി വണ്ടിയിൽ എന്താ കാണുന്നത്? ദാ ഈ ഒരു ഭാഗത്താണ് കേട്ടോ അയാൾ അവരുടെ കട. അങ്ങനെ ഒരു വളവില്ലേ 4 സൈഡ്? അല്ല, ഒന്നും അറിയില്ല, എന്നിട്ടൊക്കെ അറിയുന്നു വിചാരോ. എനിക്കേ എന്റെ കയ്യിലോ 532. പൊന്നൂനില്ല കേട്ടോ. പൊന്നൂനൊന്നുമില്ലേ? ഒന്നുമില്ല കേട്ടോ. പൊറോട്ടയുണ്ട്. പൊന്ന കിട്ടിയില്ല. പൊന്നൂനൊന്നും കിട്ടിയില്ല. പൊന്നൂന് പൊറോട്ട കുട്ടിക്കൊരു പൊറോട്ട നോക്കണ്ട. ആര്? ചന്ദ്രേട്ടൻ. നിങ്ങളെ ചന്ദ്രേട്ടൻ? ആദ്യം ആരാ ചന്ദ്രേട്ടൻ അറിയണ്ട. പൊന്നൂന് എപ്പോഴും കിട്ടിയില്ലേ? പൊന്നിന്റെ പൊറോട്ടൊക്കെ ഇപ്പൊ പൊന്നൂന് കഷ്ടത്തിലാക്കുമ്പോ വാ കുട്ടി പൊറോട്ട കിട്ടാണ്ട് കഴിഞ്ഞു. അത്ര ചോറ് തിന്നു. പൊറോട്ട മതിയോ? പൊറോട്ട മതി. എന്താ സ്പെഷ്യൽ ഉണ്ട്? മീനുണ്ട്, വേറെ ചിക്കൻ കറി ഉണ്ട്. ചിക്കൻ കറി, ബീഫ് കഴിഞ്ഞ ഒന്നെ തിന്നില്ല. തിന്ന ഇരുന്നോട്ടെ രണ്ടും. ഓ മീൻകറി, ഇറച്ചിക്കറി, പച്ചക്കറി, ഏത് കറിയോട്ട് സോനി? പൊന്നൂശൻ എന്താ വേണ്ട? സാമ്പാറോ ഇറച്ചിക്കറിയോ കാറോ? കറിയോ? അത് ശരി, കറി കേട്ടോ. വീട്ടിലേക്ക് പോയിട്ടുണ്ടോ?
മുട്ടക്കറി ഒന്നും കഴിക്കില്ല. ഇതിലുള്ള എന്തെങ്കിലും നീ കഴിച്ചു പന മതി പറ പന. ചമ്മന്തി ഉണ്ട്. ചമ്മന്തി വെച്ച് വെക്കില്ല. ചമ്മന്തി കപ്പിക്കപ്പേരി മീൻകറി സൂപ്പർ. മീൻകറി സൂപ്പറല്ലേ? മീൻകറി സൂപ്പറാണ്. നമ്മളെ വീട്ടിലേക്ക് പോലെ രുചി ഉണ്ടല്ലേ? അങ്ങനത്തെ കറി തന്നെ. അമ്മ സാമ്പാർ സൂപ്പറാണ്. സാമ്പാർ വേണം. ഇതെന്താണിത്? പിന്നെ ചോറ് വേണ്ടേ? വിശക്കുണ്ടേ? കളിക്കണ്ട്. പിന്നെന്താ ചെയ്യുന്നു? നല്ല രസമുണ്ടല്ലേ ഈ വഴികൾ കാണാന്. നമ്മക്ക് നമ്മുടെ അവിടെ ഇങ്ങനെ തന്നെ വഴികൾ തന്നെയല്ലേ അമ്മ? എന്നാലും ഇങ്ങനെയൊക്കെ കരിമ്പനുള്ള ഭാഗം കരിമ്പനുള്ള ഭാഗല്ല. ഓരോ ഭാഗത്തു കൂടെ ഒക്കെ ഉണ്ടാവും. കരിമ്പന വെക്കാൻ വെച്ചേക്കണത് അല്ലേ? ഇളനീര് അങ്ങനെയുമ്പോ ഈ വണ്ടികളുടെ ഒക്കെ ഇതാവുമ്പോ പ്രശ്നമാണ് കേട്ടോ. കണ്ടോ നമ്മുടെ നാട് പോലത്തെ. പക്ഷെ എന്താന്നറിയോ, ഇവിടെ ഫുൾ പനകളാണ് എന്ന് മാത്രല്ലേ നമ്മുടെ വീട്ടിലില്ലേ? വളവ് ഇനി എങ്ങണ്ടാ അതാ കണ്ട പൊന്ന വെള്ള കളറിൽ കാണുന്നത് മലേന്ന് വെള്ളം വരുന്നതാണ്. കണ്ടാ? അടിപൊളി സ്ഥലം. നമ്മള് ഇങ്ങനെ വെക്കുമ്പല്ലേ മല നമ്മുടെ അടുത്ത് പോലെ അല്ലേ? എത്തിയ പോലെ ഉണ്ടല്ലേ? വണ്ടി ഇവിടെ കൊണ്ട് നിർത്താന്നേ അല്ലേ? വണ്ടി നിർത്താനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നിർത്താൻ പറ്റും. ഇതൊക്കെ ഏട്ടാ കച്ചവടം ചെയ്യുന്ന ഈ മാങ്ങയാണ് നമ്മുടെ അവിടെ വരുന്ന മാങ്ങ ഉണ്ടല്ലേ? കണ്ടവാ ഇനി എവിടേക്കാ പോവാ? ഇതാണ് അമ്പലം. വഴി തന്നെ അവസാനിച്ചല്ല സുഖം. എവിടേക്ക് പോണ്? പകലായതുകൊണ്ട് പോന്നോളി. ആദ്യം നിങ്ങളല്ലേ പോണോണ്ട് കുഴപ്പമില്ല. ആന വല്ലതും ഉണ്ടോ കേട്ടോ? മല താഴെ പോണ്ട്. പാഞ്ഞു പോണ്ട. ഏട്ടാ പറയുന്ന കേട്ടോ. എനിക്കെന്ത് പറ്റിയാലും കുഴപ്പമില്ലാന്ന് പറയണ നോക്കിയൊക്കെ. അമ്മ ഇവിടെ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. അവള് അറിയണേ എന്തെങ്കിലും പറ്റിയാലും ഏർത്തിയമ്മയുടെ മുമ്പിക്ക് ഏർത്തിയമ്മ ഓട്ടേന്ന്. എവിടെ അമ്പലം? അതാ നടക്ക്. ഇവിടുന്നാണ് തോന്നുന്നുണ്ട് നമ്മുടെ ഈ കിളിച്ചുണ്ട മാങ്ങയൊക്കെ വരുന്നത്. ഏട്ടാ പോയി നോക്ക. അമ്മ പറയുന്ന കേട്ടോ. ഈ നമ്മളെ ഈ പൊന്തക്കാട്ടിന്റെ ഉള്ളിൽ വന്നത്. നമുക്ക് ആ പൊന്തക്കാട് കാണിച്ചിരുന്നിട്ട് നമ്മുടെ സ്ഥലം തെറ്റിയോ? ചിങ്ങഞ്ചിറ തെറ്റിയോ? ആർക്കറിയാം. ഇതാണെങ്കിലോ വലത്തോട്ട് തിരിയുക, ഇടത്തോട്ട് തിരിയുക. ഗൂഗിൾ മാപ്പിന്റെ വർത്താനം കേട്ട് ഇങ്ങനെ പോയിട്ട് വഴി അവസാനിച്ചു. ശരി. ഇതിന്റെ അപ്പുറത്തെ വണ്ടി കയറിയില്ലേ? ഇതിന്റെ അപ്പുറത്താണ് വണ്ടി നിർത്തിക്കണം. പോയി നമ്മള് വണ്ടി നിർത്തിയിട്ട് അവിടെ എത്തി. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ കാണാനുള്ള വ്യൂ നല്ല രസമുണ്ട്. അപ്പൊ എവിടെയാണ് ചിങ്ങഞ്ചിറ അമ്പലം? ആർക്കറിയില്ലേ? അമ്മൂട്ടി പറയുന്ന കേട്ടോ. വെള്ളം കണ്ടില്ല എന്ന് പറയുന്നത്. വെള്ളം കണ്ടു വീട്ടിക്ക് പോവാതെ. എവിടെ ഏട്ടാ? അപ്പൊ എന്താ ഈ ഗൂഗിൾ പേ ഇങ്ങനെ? ഗൂഗിൾ പേ എന്ന് പറയുന്നത് ഗൂഗിൾ പേ അല്ല. ഗൂഗിൾ എന്താ അങ്ങനെ ചതിച്ചു നമ്മളെ? ആർക്കറിയാം. മുമ്പിൽ വണ്ടി വരുന്നുണ്ട്. നമ്മളതിന് പിന്നാലെ എന്താ വലത്തോട്ട് തിരിയുക, ഇടത്തോട്ട് തിരിയുക. ഇനിയിപ്പോ ചെല്ലഞ്ചേട്ടനോട് പോയിട്ട് ചായ കുടിക്കാനുള്ള സമയമല്ലേ? നട്ടുച്ചയായി പോയില്ലേ? നമ്മക്കില്ലേ കൊല്ലങ്കോട് പോവാ. ഇവിടെ ഇഷ്ടം പോലെ കയ്പം വേപ്പിന്റെ താമരപ്പാടം കാണാം. അല്ലേ? അപ്പൊ എന്താ അവര് പറഞ്ഞു തന്നതും ഇതും നമ്മൾ ചതിച്ചത് എന്താ? അപ്പൊ നമ്മക്ക് ഇവിടെ വണ്ടിയുടെ അടുത്തേക്ക് പോയിട്ട് തിരിച്ചു പോവാ.
അയ്യോ കഷ്ടം. ഇനി ഇതിന് പോയി വണ്ടി റോഡിക്ക് തന്നെയല്ലേ എത്തുക? ആർക്കറിയാം. അതെ, ഇത് ഫുള്ള് തക്കാളിയാണ് അല്ലേ? ആ, അത് എർത്ത് വേലിയൊക്കെ ഉണ്ട് കേട്ടോ. എർത്തുണ്ട്, പന്നി ശല്യം ഉണ്ടാവും. പന്നി ആനയൊക്കെ ഇറങ്ങണ്ടാവും. അപ്പൊ പച്ച തക്കാളിയില് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതന്നെ ഞങ്ങളൊരു ഇതല്ലേ കമ്പിയല്ലേ നമ്മള് സ്കൂള് പൂട്ടിയ ഒരു സമയത്താണ് കേട്ടോ ഒരു പ്രാവശ്യം ഇവിടെ വന്നിരുന്നത്. നമ്മളത് വീഡിയോ ഇട്ടിരുന്നു. പക്ഷെ ഈ ഭാഗത്തല്ല അല്ലമ്മ, താമരപ്പാടം വന്നപ്പോ ആ അമ്മ ഇല്ല, എന്താ നമ്മള് രണ്ടുപേരുമാണ് വന്നില്ലേ വീട്ടിൽ തമ്മി. രാത്രി ഏട്ടന് വൈകുന്നേരം നാളെ അമ്പലത്തിക്ക് വരുമ്പോ വരണം കേട്ടോ. വൈകുന്നേരത്ത് ഇതൊക്കെ ഫുള്ള് ലൈറ്റ് ആയിരിക്കുമ്പോ വെള്ളം ഉണ്ടാവേ. ഇതെന്താ ഈ മല സൈഡല്ലേ? അതീനെ പോയി നടന്ന് നമ്മുടെ നാട്ടിൽ ഇതിന് കോഴിച്ചൂട്ടാന്ന് പറയാട്ടോ. നിങ്ങളേട്ടാ ശരിയാ. ഇതൊക്കെ വലിയ പൈപ്പും കൊണ്ട് എടുത്ത് ഇതൊക്കെയാണ് ഇതൊക്കെ. ആ സുകന്യയുടെ ഫോൺ അടിക്കണേ. താമരപ്പാടം കൊല്ലങ്കോട് ഇതാ കണ്ടോ, എന്താ ഭംഗി വെച്ചിട്ടാ. നമ്മൾ അന്ന് വന്ന സമയത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ വരും ഇങ്ങോട്ട് വന്നില്ല, അതിന് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പതാണ്ടോ എന്താ പൂച്ചെടികളൊക്കെ നല്ല രീതിയിൽ വെച്ച് പിടിപ്പിച്ചിട്ട് അതേപോലെ തന്നെ ലൈറ്റുകളും കൊടുത്ത് നല്ല ഭംഗിയുണ്ട് അല്ലേ? എല്ലാവരും ചടച്ചു, എല്ലാവരും ഇരിക്കണുണ്ടോ, നടന്ന് ചടച്ചിട്ട് ഇരിക്കണോ കേട്ടാ. അല്ലേ ഏട്ടാ, അതാ അങ്ങോട്ട് പോവാ. നല്ല ഭംഗിയില് അതല്ല രസട്ടോ. അവിടെ നിന്നൊന്നും നമുക്ക് വീഡിയോ എടുക്കുമ്പോ സൗണ്ട് കിട്ടിയിരുന്നില്ല. കാരണം എന്താണെന്നറിയോ, അവിടെ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ കോപ്പിറൈറ്റ് വരുള്ളൂ കേട്ടോ. അപ്പൊ ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ പാട്ടില്ല. എനിക്കത് ഏറ്റവും പ്രത്യേകത തോന്നിയത് കണ്ടോ, നോക്കി നോക്ക്.
നെല്ല് എല്ലായിടത്തും കൂടെ ഓരോ ലൈൻ എല്ലായിടത്തും കൂടി ഓരോ ലൈൻ കൊടുത്തിരിക്കുക. ഇത് എന്ത് നെല്ലാണ് എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് ലേട്ടാ. ഇതൊരു ചന്തത്തിന് തന്നെയോ. വാ, എന്തെങ്കിലും ചോറ് കൊണ്ടിപ്പോ നിങ്ങൾക്ക് ചടച്ചോ? ശരിക്കും പറഞ്ഞാൽ ചോറ് കഴിക്കണ്ടായിരുന്നില്ല. സുകന്യ ചോറിന്റെ കടക്കാൻ തോന്നുന്നു. അല്ലേ? പിന്നെ ദാദാ പോണ ഇതാ നോക്ക് ഓരോ ഷേപ്പ്. ശരിക്കും പറഞ്ഞാൽ കുട്ടികളെയും കൊണ്ട് ഒരു ദിവസം വരണം കേട്ടോ അവിടേക്ക്. ഏട്ടാ അതാ അവിടേക്ക് പോവാ. സുകന്യ പറയാ ആനേനെ വിളിച്ചാ സുകന്യ വിളിക്കുമ്പോഴേക്കും ഇങ്ങോട്ട് വരും വിചാരിച്ചിട്ട് പോകുന്നുണ്ട്. ആനല്ല സുകന്യ, പശുവാണ്. ഈ പാടത്ത് ആന നിൽക്കോ ശരിക്കും ഏട്ടാ? ഇപ്പൊ അങ്ങോട്ട് നോക്ക്. ശരിക്കും വരേണ്ട സമയം എപ്പോഴാന്നറിയോ? ശരിക്കും പറഞ്ഞാൽ എപ്പോഴാ വരണ്ടേന്നറിയോ? വൈകുന്നേരം സമയത്ത് വരണം. ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇപ്പോഴും ഭംഗിക്കൊന്നും ഒരു കുറവൊന്നുമില്ല. മഴ ചാർന്നു വേഗം വായിട്ടെ. അമ്മു അമ്മു അവിടെ കേറി. ദാ ഇവിടെ ഇരിക്കാലോ അല്ലേ? മഴ പെയ്ത അല്ലേ? ഈ ഓലപ്പെരയിലേ എത്ര കാലം കഴിഞ്ഞിട്ടുണ്ടെന്നറിയോ അല്ലേ? ഇപ്പൊ പക്ഷെ ഈ ഭാഗത്തൊക്കെ തന്നെ ഉള്ളൂ ഓല ഇങ്ങനെ മടഞ്ഞിട്ടുള്ളത്. മഴ ചാറാൻ തുടങ്ങിട്ടോ. ഞങ്ങള് വരുന്ന സമയത്ത് ഭയങ്കര വെയിലായിരുന്നു. അമ്മു എങ്ങനെ ഉണ്ടായിരുന്നത് അതിന്റെ മുകളിലൊക്കെ എറിയുന്നത്? ഇത് പൊട്ടൊന്നുമില്ല. ഇതും കവുങ്ങം കൊണ്ടൊക്കെ ഉണ്ടാക്കണതായ. ഇവിടെ വേണമെങ്കിൽ കിടക്ക, ആർക്കൊന്നും പറ്റില്ല. മഞ്ഞ ചെണ്ടുമല്ലി, റോസ് കളർ ചെണ്ടുമല്ലി, എന്തൊക്കെ തരത്തിലുള്ള ഒരു ചെണ്ടുമല്ലി തേക്കിന് 20 രൂപയാണ് കേട്ടോ. ഇവിടെ ഞങ്ങളവിടെ വരുമ്പോ ചോദിച്ചിരുന്നു. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ ചെണ്ടുമല്ലി കോഴിച്ചൂട്ടി. ഇപ്പൊ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് അല്ലേ? നമ്മള് തെളിഞ്ഞു. നമ്മൾ ഇത്ര ചന്ത ഉണ്ടാവും അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇങ്ങനെ കണ്ടില്ല. പിന്നെയാണ് ഇപ്പൊ ഇത് കണ്ടത് കേട്ടാ. സൂന്യ ചൂടത്ത് മഴയത്തും രണ്ടും നമുക്കിവിടെ അനുഭവിക്കാൻ പറ്റും. സുകന്യക്ക് കുറച്ച് അതിനെ സുകന്യക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട് പറയാ. ഞാൻ പറയുന്നത് സുകന്യ അവിടെ കിടന്നു. ഊണ് കഴിഞ്ഞ പോകുമ്പോ വിളിക്ക. ഞങ്ങൾ അതിനൊക്കെ പോയി കണ്ടിട്ട് വരാം. നീ ഇവിടെ കിടന്നോ? ഇവിടെ എന്താ ഇതുണ്ടാവുന്നുണ്ട് തോന്നുന്നു. ചോളം നോക്കിയൊക്കെട്ടാ. മഴ പെയ്യുമ്പോ പറയുമ്പോ ദൂരക്കൊക്കെ നോക്കുമ്പോ നല്ല രസമുണ്ട് കേട്ടാ. ഇല്ലേ? ചെയ്യുന്നില്ല. മട്ടരിയുടെ നെല്ല എന്താണ് അതെ? ഈ ചെടി കാണാനേ. ഇത് നോക്ക്, നല്ല ഡിസൈൻ നെല്ല്. ഇനി ഇതില്ലേ നെല്ല് മറ്റേതിനെക്കാട്ടും കുറച്ച് ഹൈറ്റ് കൂടിയിട്ടുണ്ട്. എന്ത് ഈ കളറുള്ളത് മറ്റേതിനെക്കാട്ടും ഹൈറ്റ് കൂടുതൽ. ഇത് അറിയണവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ. നമുക്ക് അറിയാത്ത കൊണ്ട് കേട്ടോ. അമ്മയ്ക്ക് തന്നെ അറിയണില്ല ഇത് എന്താന്നുള്ളത്. നമ്മൾ ആദ്യമായിട്ടാട്ടോ എല്ലാ നെല്ലും നമ്മള് കണ്ടിട്ടില്ലല്ലോ. എന്തൊക്കെ നെല്ല് മഴ കുറവായിട്ടോ. അപ്പൊ നമ്മളെ നമ്മുടെ വീട്ടിക്ക് പോവാണ്. ഇതേപോലെ തന്നെ അതാ അവിടെയൊക്കെ മഴ എല്ലാം മുടക്കിയില്ലേ? മഴ എല്ലാം മുടക്കി. കൂനടിയൊക്കെ വെട്ടുന്നുണ്ട്. ഇനി ചിലപ്പോ അത് കൂടെ പോട്ടെ. വെയില് വന്നു. ഏതിനെ? അപ്പുറത്ത് കൂടെ ഇപ്പുറത്ത് കൂടെ ഒക്കെ വേണമെങ്കിൽ പോവാ. ഇതാ മല കറുത്തിട്ട് തന്നെ അല്ലെങ്കിലും ഈ മല വെളുക്കില്ല. നോക്കി നോക്ക് ആന. ഇനി 2:30 ആയിട്ടപ്പോ സമയം. നമുക്കൊരു 3-4 മണിയാകുമ്പോഴേക്കും വീടെത്തണം. അമ്മൂട്ടി വാ.
പോയപ്പോ ഒന്നുകൂടെ ഉഷാറായിട്ട് കാണാൻ. ചെടികളല്ലേ നിറയെ ചെണ്ടുമല്ലിയുണ്ട്. ഇനി ഓണത്തിന് ഇവിടുന്നൊക്കെ ഓണത്തിന് ആകുമ്പോഴേക്കൊക്കെ അല്ലേ നിറച്ചുണ്ടാവണം. കാരണം എന്താ അറിയോ, സ്കൂളൊക്കെ പൂട്ടുമ്പോ കുട്ടികളെ കൊണ്ടൊക്കെ വരാനേ. അല്ലേ തൃപ്രയാറിനൊക്കെ ഇവിടെ വരുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ചില്ലറ ദൂരത്തുനിന്നല്ലേ അപ്പൊ ഇവിടുന്ന് എത്ര പേരത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല കേട്ടോ, അവിടെയൊക്കെ ചളിയാണ്. കണ്ടോ, കുട്ടികളെയും കൊണ്ട് പോയി അലങ്കോലായി. രസമായിരുന്നു. അപ്പോഴേ വരാത്തവർ വന്ന് നോക്കൂട്ടോ, നല്ല ഭംഗിയുണ്ട്. ഞങ്ങളേ പോവാൻ നോക്കട്ടെ, കുഞ്ഞുണ്ണിയൊക്കെ വരുമ്പോഴേക്കും വീടെത്തണം. ഇപ്പൊ തന്നെ 2:30 2:45 അപ്പോൾ നാളെ കാണാം അല്ലേ? നാളെ കാണാം കേട്ടോ.